മറ്റേ ക്യാമറ ബട്ടൺ നോക്കിയാണ് സൈഡില്. നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സുജിത് വൈദ്യൻ. ഇത് കേട്ടിട്ട് കുറെ നാളായില്ലേ, ഓൾമോസ്റ്റ് 1 ഇയറോളം ആകും നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. ഷോർട്സുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇടുന്നുണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരുന്നല്ലോ. നമ്മൾ നിൽക്കുന്നതിന്റെ പുറകിൽ നിങ്ങൾക്ക് പഴയ വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ പുറകിലൊരു സാധനം കാണായിരുന്നു, നമ്മുടെ ഒരു സ്റ്റുഡിയോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സ്റ്റുഡിയോ ഇപ്പോൾ ഇല്ല. എന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈഡിലൊക്കെ ഒത്തിരി മരങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ ആ പാഴ്മരങ്ങളൊക്കെ ഒന്ന് വെട്ടി ഇവിടെ വെട്ടം വരാനായിട്ടൊന്ന് ക്ലിയർ ചെയ്തപ്പം വെട്ടിയ മരം നമ്മുടെ സ്റ്റുഡിയോയുടെ പുറത്ത് വീണ് സ്റ്റുഡിയോ തകർന്നു പോയി. പിന്നെ ഒരു തൽക്കാലം ഒരു സ്റ്റുഡിയോ ഉടനെ ചെയ്യുന്നില്ല. അവിടെ നമ്മൾ കുറെ പച്ചക്കറിയും പിന്നെ നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ട് നട്ട പൂക്കളൊക്കെയാണ്. പൂക്കളൊക്കെ ഇപ്പോഴും ഉണ്ട് ഇവിടെ. ജമന്തിയാണ് കൂടുതലും നട്ടത്, അതെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ അവിടെ തന്നെ നമ്മൾ ഇഞ്ചി, അതേപോലെ പച്ചമുളക്, കാന്താരി, ഇതൊക്കെ നട്ടു. എല്ലാം ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ ഷൂട്ടെല്ലാം അകത്തായിരിക്കും വരിക, മുറിക്കകത്ത് വെച്ചാൽ ഹോളിനകത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് ഒരു കുക്കിംഗ് വീഡിയോ അല്ല, നമ്മുടെ പുതിയ കുറെ എക്യുപ്മെന്റ്സ് കൊണ്ടുവന്നു. അതേപോലെ ഓൾറെഡി കാർത്തികയുടെ വീഡിയോ നിങ്ങൾ കണ്ടു കാണാം. 16 Pro നമ്മൾ വാങ്ങിച്ചു. 16 Proയുടെ അൺബോക്സിംഗും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ വീഡിയോസ്, പിന്നെ എന്റെ ഒരു ആപ്പിൾ എക്സ്പീരിയൻസ്. 10 വർഷത്തോളമായിട്ട് ആപ്പിൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു എക്സ്പീരിയൻസ്, ഇതെല്ലാം നമുക്ക് ഇന്ന് കാണാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇനി നമുക്ക് അൺബോക്സിംഗ്. അപ്പൊ അങ്ങനെ നമ്മൾ ഐഫോൺ 16 Pro എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്റെ പ്രോ മാക്സ് വണ്ടിക്കകത്തിരിക്കുന്ന നാളെ അണ്ടർ വാട്ടറിലുള്ള ഓപ്പണിംഗ് ആണ്. പക്ഷെ അണ്ണന്റെ 16 Pro നമ്മളിപ്പോ തുറക്കും. ഇത് നിങ്ങൾ ഓൾറെഡി അണ്ടർ വാട്ടറിലെ ഓപ്പണിംഗ് എല്ലാം കണ്ടിട്ടുണ്ടോ? അതും മറ്റേ ഇപ്രാവശ്യം ഇറങ്ങിയ റെയർ കളറാണ്, ഡെസേർട്ട് ടൈറ്റേനിയം. കിട്ടാൻ ഭയങ്കര പാടാണ്. ബ്ലാക്ക് കണ്ടമാനമുണ്ട്, സ്റ്റോക്ക് ഉണ്ട്. പക്ഷെ ഇത് പക്ഷെ അത് ഫസ്റ്റ് ഡേ കിട്ടാനാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് ഈ തിരക്ക് കാണൂല. കാരണം ഫസ്റ്റ് ഡേ എല്ലാവർക്കും ഈ കളർ വേണമെന്നുള്ളതുകൊണ്ട് തിരക്ക് കാണും. അണ്ണൻ ഇപ്പോ 11 Pro Max നേരെ 16 Pro അതെ, നേരെ 11 Pro 16 Proയിലോട്ട് കയറുകയാണ്. 5 വർഷം കട്ടിയോ? ഇതിന്റെ അകത്ത് ചാർജർ ഇല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റിക്കറിന് നല്ല കട്ടി കൊടുത്തിട്ടുണ്ട്. എന്റെ മോനെ പുളി കളർ കേട്ടോ. ഓ, ഇതാണ് എന്തേലും വരാൻ പോണത്. ഇതിന്റെ അകത്ത് കേബിളും സിം ഇജക്ടർ ടൂളും സ്റ്റിക്കർ നിർത്തിയവര്. അതെ, അതെ. പിന്നെ പേപ്പർ വർക്ക്സ് ഉണ്ട്. ഇത് ഓൾറെഡി ശേഷം എല്ലാരെയും കാണിച്ചല്ലോ. അതെ, അൺബോക്സ് ചെയ്ത് എല്ലാരെയും കാണിച്ചിട്ടുണ്ട്. ദുബായിൽ നിന്നിട്ട് ആദ്യം ഫോൺ എടുത്തു. ഓക്കെ, തുറക്കണ്ട. ഏതാനും നിമിഷങ്ങൾക്കകം വന്നിരിക്കുകയാണ്. അണ്ണാ, മറ്റേ ക്യാമറ ബട്ടൺ നോക്കിയാണ് സൈഡില് പൊളിച്ചെടുക്കാനൊക്കെ കേട്ടോ. അത് ബട്ടണാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് കപ്പാസിറ്റീവ് ടച്ച് ആയിരിക്കും. അല്ല, അത് ബട്ടണാണ് കേട്ടോ സൈഡിലെത്തത്. പൊളിച്ച്. നമസ്തേ. ഹലോ ഹലോ ആണ് ഒരെണ്ണ മേളിലോട്ട്. ജാപ്പനീസ് ഒക്കെ വരുന്നു. ഇതേത് ഭാഷ? ചൈനീസ് എല്ലാം ഉണ്ട്. നമസ്തേ. അപ്പൊ നമ്മുടെ ഭാഷ വന്ന സ്ഥിതിക്ക് ഇനിയാണ് സ്വൈപ്പ് ചെയ്യും മേളിലോട്ട്. ഇംഗ്ലീഷ്. ഇന്ത്യ. ഓക്കെ, ഞങ്ങൾ ഇനി സെറ്റപ്പുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ഇതിന്റെ 16 Proയിൽ ഷൂട്ട് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോയുടെ അടുത്ത ഫ്രെയിം ചെയ്യണം. യെസ്, ഞാൻ പോട്ടെ.
ഐഫോൺ 16 ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ക്യാമറ തന്നെയാണ്. നോർമൽ ഒരാൾക്ക് ഐഫോൺ കൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി പറയാനില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഐഫോൺ വളരെയേറെ പ്രയോജനകരമായ ഒരു ഗിയർ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഐഫോൺ 16 വാങ്ങിക്കാൻ പ്രേരിപ്പിച്ചത് എന്റെ ക്യാമറ ആക്ഷൻ ബട്ടൺ തന്നെയാണ്. ആ ഒരു ബട്ടൺ, സ്പെസിഫിക് ആയിട്ട് ഒരു ബട്ടൺ കിട്ടിയത് അത് വളരെയേറെ പ്രയോജനമുള്ള സാധനമാണ്. നമുക്കിപ്പം ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൂം അഡ്ജസ്റ്റ് ചെയ്യാനും മറ്റും ഒത്തിരി സഹായിക്കുന്നുണ്ട്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു കാര്യം. അതേപോലെ തന്നെ ആപ്പിളിന്റെ പുതിയ സൗണ്ടിൽ ഉള്ള അപ്ഡേഷൻസ്, നമ്മുടെ നോയിസ് കൺട്രോൾ ചെയ്യുന്ന അപ്ഡേഷൻസ്, അതിനെ അത് ഷൂട്ട് ചെയ്യുമ്പോഴല്ല നമുക്കതിനെ ചെയ്യേണ്ടത്. ഷൂട്ട് ചെയ്യുമ്പം സ്പെഷ്യൽ ഓഡിയോയിലിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ കാണാം, എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കതിനെ വോയിസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഏത് മോഡൽ വേണം, 4 മോഡലുണ്ട്, ഏത് മോഡൽ വേണം എന്നുള്ളത് നോക്കി നമുക്ക് വീഡിയോയിൽ എഡിറ്റ് ചെയ്തിട്ട് നമുക്കതിനെ ഉപയോഗിക്കാം. നമ്മൾ ഷൂട്ടിങ് റീസ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് കുറേ എക്യുപ്മെന്റ്സ് എല്ലാം കൂടെ വാങ്ങിച്ചു. അത് നിങ്ങളിന്ന് പരിചയപ്പെടുത്തുകയാണ്. ഹാർഡ് കോർ സബ്സ്ക്രൈബേഴ്സ് കുറേ ആൾക്കാർ ഇതിനെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്താ ചേട്ടാ വീഡിയോസ് തുടങ്ങാത്ത, വീഡിയോസ് എന്താ കൊണ്ടുവരാത്ത എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പം നിങ്ങളെ ഇത്രയും ദിവസം നിരാശപ്പെടുത്തിയതിൽ എന്തായിരുന്നു ഒരു അപ്പോളജീസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇനി തൊട്ട് റെഗുലർ വീഡിയോസ്, ലോങ് വീഡിയോസും ഷോർട്സും വരുന്നതാണ്. വീഡിയോയ്ക്ക് ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്യാമറ സ്റ്റാൻഡ് വാങ്ങിച്ചേക്കുന്നത്. അതേപോലെ ഇതൊരു സെൽഫി സ്റ്റിക്കായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ട്രൈപോഡ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇതിന് 4 കാലുണ്ട്, 3 കാലല്ല, 4 കാലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാനിത് വാങ്ങിച്ചതിന് കാരണം വെച്ചാൽ ഇത് 360 ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് റിമോട്ട് കൺട്രോൾ ഉണ്ട്, റിമോട്ട് വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ഈ സ്റ്റാൻഡിലാണ് നമ്മൾ ഫോൺ ഫിക്സ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഗോപ്രോയോ അല്ലെങ്കിൽ ക്യാമറയും ഈ പോർഷനിൽ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിലേക്ക് നമ്മുടെ ഗോപ്രോ ഉണ്ടല്ലോ, ഗോപ്രോ ഇതിൽ സ്റ്റഡിയായിട്ട് ഒരു സിംഗിൾ ആംഗിളിൽ വെച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുക. ബാക്കി എല്ലാ മൂവിങ് ഷോട്ടുകൾ അല്ലെങ്കിൽ മറ്റുള്ള ഷോട്ടുകളെല്ലാം ഐഫോണിൽ ചെയ്തുകൊണ്ട് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കുറേ പാത്രങ്ങൾ വാങ്ങിച്ചു, തവികൾ വാങ്ങിച്ചു, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഞാനൊരു ആപ്പിൾ ലവർ ആവാൻ കാരണം എൻ്റെ ആദ്യത്തെ ഫോൺ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ 6 ആണ്. 6+ എന്നുള്ള മോഡലാണ് ഉണ്ടായിരുന്നത്. ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ഫോണാണ് വാങ്ങിച്ചത്. പക്ഷെ അത് വാങ്ങിക്കാൻ കാര്യം ഷാജിയാണ്. അവനാണ് എനിക്ക് ഐഫോണിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം. അതുവരെ ഞാൻ ആൻഡ്രോയിഡ് ഫോണുകളാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഒരു 20 രൂപ 25 രൂപ റേഞ്ചിലുള്ള ഫോണുകൾ വാങ്ങിക്കും. അത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മാറും. അപ്പോൾ വർഷത്തിൽ എങ്ങനെ പോയാലും 2 പ്രാവശ്യമെങ്കിലും ഫോൺ മാറേണ്ട അവസ്ഥ വരും. അപ്പം അങ്ങനെയാണ് ഷാജി പറയുന്നതാണ് ഞാൻ അപ്പം 6+ വാങ്ങിച്ചത്. 6+ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചപ്പോഴാണ് 7 ഇറങ്ങിയത്. 7 ഇറങ്ങിയപ്പോൾ ഞാൻ അത് കൊടുത്തിട്ട് 7 വാങ്ങിച്ചു. ആ 7 ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഇത് 7 ലാസ്റ്റ് അപ്ഡേറ്റ് വരെ 15.7 വരെ അപ്ഡേറ്റ് വരെ ചെയ്തു. ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ടായിരുന്നു. ഇതിൽ ഞാൻ ബാറ്ററി മാറി. പിന്നെ ഒരു പ്രാവശ്യം താഴെ വീണ് പൊട്ടിയപ്പോൾ ഇതിൻ്റെ സ്ക്രീൻ മാറിയായിരുന്നു. അതല്ലാതെ ഇതിൻ്റെ ടെക്നിക്കലി യാതൊരു പ്രശ്നവും വന്നില്ല. ഞാൻ 11 വാങ്ങിച്ചപ്പോൾ ഇത് നീരുവിന് കൊടുത്തിട്ട് നീരു ഇത്രയും നാൾ ഉപയോഗിക്കുമായിരുന്നു. 7 ഇറങ്ങുന്നത് 2017 തോന്നുന്നു എനിക്ക്. 2017 മുതൽ ഇപ്പോൾ 2024 വരെ ഈ ഫോൺ ഇപ്പോഴും പോകുന്നുണ്ട്. എൻ്റെ ഒരു ചെറിയല്ല വാങ്ങിച്ചേക്കുന്നത്. 11 Pro വാങ്ങിച്ചത്. കാർത്തിക് പ്രോ മാക്സും ഞാൻ 2019 വാങ്ങിച്ചതാണ്. ഇപ്പോൾ 2019 മുതൽ 2024 5 വർഷം. 5 വർഷം തന്നെയാണ് ഞാൻ ഇത് വെച്ച് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്ഡേറ്റ്സ് എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ 18 ആണ് ഇതിനകത്തിൽ അപ്ഡേറ്റ്സ് ഉള്ളത്. അതിനുശേഷമാണ് നമ്മളിപ്പം പ്രോ എടുത്തത്, 16 Pro. ഞാൻ ആക്ച്വലി ഈ ഫോൺ 16 Pro എടുക്കാനല്ലായിരുന്നു എൻ്റെ പ്ലാന്. 16 ഇറങ്ങുമ്പം 15 വില കുറയുമല്ലോ, 15 എടുക്കാമെന്നുള്ളതായിരുന്നു പ്ലാന്. പക്ഷേ എന്നെ ഈ 15 എന്നുള്ള ഡിസിഷൻ മാറ്റി 16ലേക്ക് കൊണ്ടുപോയത് അതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ, ഈ ക്യാമറ ബട്ടൺ. ഈ ക്യാമറ ബട്ടൺ കൊണ്ട് മാത്രമാണ് ഞാൻ 15 എന്നുള്ളത് 16ലേക്ക് പോയത്. പിന്നെ ഇറങ്ങുന്നതിനെ എടുക്കാനായിട്ട് അവനാണ്, കാർത്തിയാണ് വിളിച്ചു പറഞ്ഞ് ഇതെടുത്തത്, ഡെസേർട്ട് ടൈറ്റാനിയം. ഇറങ്ങി വന്ന് തന്നെ ഇത് വാങ്ങിക്കാൻ പറ്റി. അത് കാർത്തിയെ വിളിച്ചു പറഞ്ഞിട്ടാണ്, അവനാണ് എനിക്കിവിടെ പറഞ്ഞ് ഒപ്പിച്ച് തന്നത്. 16 Pro ഞാനെടുത്തു, അവൻ 16 Pro Max എടുത്തു. രണ്ടും സെയിം കളറ്, ഡെസേർട്ട് ടൈറ്റാനിയം. എൻ്റെ ഐഫോൺ 11 ആണെങ്കിൽ അത് വൈറ്റാണ്. അന്ന് ആക്ച്വലി വൈറ്റായിരുന്നു കെട്ടിയത്, വേറെ കെട്ടിയില്ലായിരുന്നു. അതാണ് ഞാൻ വൈറ്റ് എടുത്തത്. വൈറ്റും എനിക്കിഷ്ടമാണ്. പക്ഷേ ഇപ്പം ഈ പുതിയൊരു മോഡൽ ഡെസേർട്ട് ടൈറ്റാനിയം വന്നതുകൊണ്ടാണ് ഈ കളറിലേക്ക് പോയത്. അല്ലെ വൈറ്റ് തന്നെ ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യുക. പിന്നെ ആപ്പിൾ എക്സ്പീരിയൻസ് ആണല്ലോ, ഇത്രയും നാളെ ഞാൻ ഉപയോഗിച്ചതിൽ എനിക്ക് അപ്ഡേഷൻ വന്നിട്ട് ഫോൺ മോശമായി പോവുകയോ അല്ലെങ്കിൽ ഫോണിന് ക്രാക്ക് വീഴുക അതൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ആപ്പിൾ എന്നുള്ള ഒരു പ്രോഡക്റ്റും ഉണ്ട്. 5 വർഷം എനിക്ക് സസ്റ്റൈനബിളായിട്ട് ഇതിൻ്റെ വർക്ക് ചെയ്തു. ഇപ്പോൾ അടുത്തത് വരുന്നു. ഇത് നോക്കാം നമുക്ക് എത്ര നാൾ ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നുള്ളത്. പിന്നെ ഇത് ഷോ കാണിക്കാനല്ല,
പിന്നെ പുച്ഛത്തോടെ പറഞ്ഞിട്ട് ഉപയോഗിക്കാനുമല്ല. ഇതാണ് എൻ്റെ ഒരു ഐഫോൺ എക്സ്പീരിയൻസ്. അതേപോലെ തന്നെ ആപ്പിളിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ സെക്യൂരിറ്റിയാണ്. ഇതിൽ കിട്ടുന്ന സെക്യൂരിറ്റി എൻ്റെ ഓഫീസ് സംബന്ധമായ കാര്യങ്ങളുണ്ട്, ബാങ്ക് സംബന്ധമായ കാര്യങ്ങൾ, ഇതെല്ലാം സെക്യൂർഡാണ്. നമുക്ക് വളരെ സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ പുതിയ അപ്ഡേറ്റ്സുകളുണ്ട്, ന്യൂസിൻ്റെ അപ്ഡേറ്റ്സുകളുണ്ട്. അതേപോലെ കാർത്തിക്കിൻ്റെ വീഡിയോയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെണ്ട പഠിക്കുന്ന അപ്ഡേറ്റ്സുകൾ. ന്യൂസിൻ്റെ വീഡിയോസ് ഞാൻ പൊതുവേ ഇടാതിരുന്നൊരു കാര്യം, എപ്പോൾ വീഡിയോ ഇട്ടാലും അവനും പിന്നെ പനിയാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പലരും ചോദിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ അപ്ഡേറ്റ്സുകൾ. അപ്പോൾ അപ്ഡേറ്റ്സുകളെല്ലാം കൂടെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പം അതിനുശേഷം നമ്മുടെ റെഗുലർ കുക്കിംഗ് വീഡിയോസ്, ഒത്തിരി ബേക്കിങ്, ഗ്രിൽഡ്, അങ്ങനെ കുറേ ഐറ്റംസ് വരുന്നുണ്ട്. ഒരു മെയിൻ ഒരു സാധനം വരാനുണ്ട്, നമ്മുടെ ഒരു ഒ ടി ജി ഓവനൂടെ വരണം. അപ്പോൾ നമ്മുടെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും. വുഡ് ഫയർഡ് ഓവൻസ് ഉണ്ട്, OTG ഇലക്ട്രിക് ഓവൻ വരും. ഇതെല്ലാം വെച്ചിട്ട് ഒത്തിരി വെറൈറ്റി പല ഡിഷസ്, ലോകത്ത് എമ്പാടുമുള്ള പല തരം ക്യുസീനുകൾ നിങ്ങൾക്ക് വേണ്ടി വരാൻ പോവാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടേസ്റ്റ് ക്രൂസർ സൈനിങ് ഓഫ്.